ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലേൺ. കഴിഞ്ഞ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ നടന്ന അബയോജെനസിസിന്റെ ഫലമായി അനേകം സൂക്ഷ്മജീവികൾ രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും മനുഷ്യന് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ശാന്തമായി ജീവിക്കുന്നവയാണ്. എന്നിരുന്നാലും ഇവയിൽ ചിലത് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരുമായി സമ്പർക്കത്തിൽ വരികയും നിരന്തരമായി നടന്ന പരിണാമത്തിന്റെയും നമ്മുടെ രോഗപ്രതിരോധ സമ്പ്രദായങ്ങളിൽ വന്ന മാറ്റങ്ങളുടെയും ഫലമായി മനുഷ്യ ശരീരം ഇവയെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം പ്രാപ്തമായി മാറുകയായിരുന്നു. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നൈഗ്ലേറിയ ഫൗളറി പോലുള്ള അമീബകൾക്കും നിപ്പ പോലുള്ള മരക വൈറസുകൾക്കും നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സമ്പ്രദായങ്ങളെ മുഴുവൻ കബളിപ്പിച്ചുകൊണ്ട് മനുഷ്യ ജീവനുകൾ കവർന്നെടുക്കുവാനായി സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള അതിമാരകമായ നൈഗ്ലേറിയ ഫൗളറി അല്ലെങ്കിൽ തലച്ചോറിനെ കാർന്നു തിന്നുന്ന അമീബ എന്തെന്നാണ് വിശദമായി നമ്മൾ പരിശോധിക്കുന്നത്. സാധാരണഗതിയിൽ ഈ അമീബ കാണപ്പെടുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകങ്ങളിലോ കുളങ്ങളിലോ സ്വിമ്മിംഗ് പൂളുകളിലോ വൃത്തിഹീനമായി സൂക്ഷിക്കുന്ന ജലവിതരണ പൈപ്പുകളിലൊക്കെ ആയിട്ടാണ്. ജലത്തിന്റെ താപനില ഉയരുന്ന സമയങ്ങളിൽ ഇവയ്ക്ക് ക്രമാതീതമായ ബൈനറി ഫിഷൻ എന്ന പ്രത്യുൽപാദന പ്രക്രിയ നടക്കുകയും 1000 10,000 10,000 ലക്ഷങ്ങളുമായി പെരുകുകയും ചെയ്യുന്നു. സാധാരണഗതിയിൽ നമ്മൾ കുടിക്കുന്ന കുടിവെള്ളത്തിൽ നിന്നും മറ്റുമായി ഈ ഒരു അമീബ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ ശരീരത്തിൽ എത്തുമെങ്കിലും യാതൊരു കുഴപ്പവുമില്ലാതെ ദഹന പ്രക്രിയയിലൂടെ പുറത്തു പോവുകയാണ് പതിവ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ജലാശയങ്ങളിലും മറ്റുമായി ഇറങ്ങി കുളിക്കുന്നവരെ ഇത് ബാധിക്കുക വളരെ മോശമായിട്ടായിരിക്കും. ജലാശയങ്ങളിലും മറ്റുമായി ഇത് കാണപ്പെടുക അതിൻ്റെ ട്രോഫോസിറ്റ് സ്റ്റേജിലായിരിക്കും. ഈ ഒരു കാലഘട്ടം അമീബയുടെ ആക്റ്റീവ് ഫീഡിങ്ങും പ്രത്യുൽപാദനവും ഒക്കെ നടക്കുന്ന സമയമായിരിക്കും. സ്യൂഡോപോഡിയ എന്ന ഫേക്ക് ആംസ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളായ ബാക്ടീരിയ പോലുള്ള ഇരകളെ തേടി ഇറങ്ങുകയും ഫഗഫൈറ്റോസിസ് എന്ന പ്രക്രിയ വഴി അവയെ ഭക്ഷിക്കുകയും ചെയ്യും. നമ്മൾ ഏതെങ്കിലും അധികം ഒഴുക്കൊന്നുമില്ലാത്ത ഒരു ജലാശയത്തിൽ നിന്നും കുറച്ച് ജലമെടുത്ത് ഒരു മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് വരുന്ന വൈറസ്, ബാക്ടീരിയ, അമീബ പോലുള്ള സൂക്ഷ്മജീവികളുടെ ഒരു പ്രപഞ്ചം തന്നെ കാണുവാനായി നമുക്ക് സാധിക്കും. എന്നാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വെൽ ഡെവലപ്ഡ് ആയതിനാൽ തന്നെ ഇവയൊന്നും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നില്ല എന്ന് മാത്രം. എന്നാൽ നമ്മൾ പറഞ്ഞു വരുന്ന അമീബയുടെ കാര്യം ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഈ ഒരു അമീബയ്ക്ക് നമ്മുടെ ശരീരത്തിൽ കയറണമെന്നുള്ള യാതൊരു ദുരുദ്ദേശവുമില്ല. ഏതെങ്കിലും ഒരു ജലാശയത്തിൽ ബാക്ടീരിയ പോലുള്ള തന്റെ ഭക്ഷണത്തെയും കഴിച്ച് ജീവിക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ വളരെ നിർഭാഗ്യകരമായ ചില അപ്രതീക്ഷിത സാഹചര്യങ്ങളിൽ വലിയ രീതിയിൽ അമീബയുടെ സാന്നിധ്യമുള്ള ജലാശയങ്ങളിൽ എടുത്തു ചാടുകയോ മുങ്ങിത്താഴുകയോ ചെയ്യുന്നതിനെ തുടർന്ന് നാസദ്വാരങ്ങളിലൂടെ ഇവ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഒരിക്കൽ നാസദ്വാരത്തിലൂടെ ഉള്ളിലെത്തുന്ന അമീബ അവിടെ യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്റെ ഭക്ഷണമായ ബാക്ടീരിയനെ അന്വേഷിച്ച് സഞ്ചരിക്കുവാനായിട്ട് ആരംഭിക്കും. സാധാരണ അവസ്ഥകളിൽ ഇങ്ങനെ പുറത്തുനിന്നും എത്തുന്ന സൂക്ഷ്മജീവികളെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾക്ക് തിരിച്ചറിയാനും നശിപ്പിക്കുവാനും ഒക്കെയുള്ള കഴിവുള്ളതാണ്. എന്നാൽ നൈഗ്ലേറിയ ഫൗളറി എന്ന ഈ അമീബയ്ക്ക് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുവാനായി സാധിക്കും. ഏതെങ്കിലും ഒരു രോഗാണു നാസദ്വാരത്തിനുള്ളിൽ പ്രവേശിച്ചാൽ നാസദ്വാരത്തിൽ കാണപ്പെടുന്ന മ്യൂക്കോസൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ഒന്നല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ രോഗപ്രതിരോധ കോശങ്ങളെ ഇതുമായിട്ട് അലേർട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതിനെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്ന അമീബ നമ്മുടെ മൂക്കിനുള്ളിൽ ഒഫ്ലക്ടറി നെർവ് സെല്ലുകളുടെ വലിയൊരു നെറ്റ്വർക്കിലേക്ക് ചെന്നെത്തിപ്പെടുന്നു. ഒഫ്ലക്ടറി നെർവ് സെല്ലുകൾ പുറത്തുനിന്നും വരുന്ന മോളിക്യൂൾസുകളെ റെക്കഗ്നൈസ് ചെയ്യുകയും തലച്ചോറിലെ ഒഫ്ലക്ടറി ബൾബിലേക്ക് അവയെ കൈമാറുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്നാണ് നമുക്ക് ഗന്ധങ്ങൾ തിരിച്ചറിയുവാനായി സാധിക്കുന്നത്. ഇങ്ങനെയുള്ള നെർവ് സെല്ലുകൾ ആശയങ്ങൾ കൈമാറുക വിവിധ മെസഞ്ചർ കെമിക്കലുകളുടെ സഹായത്തോടു കൂടിയായിരിക്കും. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാസവസ്തുക്കളിൽ ഒന്നാണ് അസിയോകോളിൻ. ഇവ നെർവ് സെല്ലുകൾ തമ്മിൽ സിഗ്നലുകൾ കൈമാറുവാനും കമ്മ്യൂണിക്കേഷൻ നടക്കുവാനും ഗന്ധങ്ങൾ തിരിച്ചറിയുന്നതിനുമെല്ലാം സഹായിക്കുന്നു. പക്ഷേ ദൗർഭാഗ്യം എന്തെന്നാൽ വർഷങ്ങളുടെ എവല്യൂഷന്റെ ഫലമായി നമ്മുടെ അമീബയ്ക്ക് അസിയോകോളിൻ തിരിച്ചറിയാനുള്ള റിസപ്റ്റേഴ്സ് രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രിയിൽ ഏതെങ്കിലും ഒരു പ്രകാശമുള്ള ഒരു ലൈറ്റ് സോഴ്സിന് ചുറ്റുമായി കീടങ്ങൾ വന്ന് കൂടുന്നത് പോലെ നമ്മുടെ ഈ അമീബ അസിയോകോളിനെ പിന്തുടരാനായി ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ
അപ്സ്ട്രീമിലേക്ക് പോകുന്ന കെമിക്കൽ സിഗ്നലുകളെ പിന്തുടരുന്ന അമീബ തലച്ചോറിലേക്ക് സഞ്ചരിക്കുവാനായി ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് പോരാളികളായ ന്യൂട്രോഫിലുകൾ അമീബയെ ആക്രമിക്കുവാൻ ആരംഭിക്കുമെങ്കിലും ആദ്യമൊക്കെ വിവിധ കെമിക്കലുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ന്യൂട്രോഫിൽസിന് ഇവയെ തടഞ്ഞു നിർത്തുവാനായി സാധിക്കുമെങ്കിലും ന്യൂട്രോഫില്ലുകളുടെ പ്രതിരോധം സാവധാനമാകുന്ന സമയം ഒഫൾട്ടറി നെർവ് വഴി സഞ്ചരിച്ചുകൊണ്ട് അവസാനം ഇവർ തലച്ചോറിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതിനായി ഏകദേശം 1 മുതൽ 9 ദിവസം വരെ സമയമെടുക്കും. തുടർന്ന് ഒഫൾട്ടറി ബൾബിലെത്തുന്ന അമീബ പതിയെ തലച്ചോറിലുള്ള കോശങ്ങളെ ആക്രമിക്കുവാനായി ആരംഭിക്കുന്നു. തലച്ചോറിൽ എത്തിച്ചേരുന്ന ഇവ അനേകം മടങ്ങായി വർദ്ധിക്കുകയും ഫഗോഫൈറ്റോസിസ് പ്രക്രിയ വഴി തലച്ചോറിലെ കോശങ്ങളെ ഭക്ഷിക്കുകയും ബ്രേക്ക് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഇതിനെ തുടർന്ന് ബ്രെയിൻ ടിഷ്യൂവിന് ഡാമേജ് വരുത്തുവാനായി ആരംഭിക്കുകയും ചെയ്യും. നമ്മുടെ തലച്ചോറിൽ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉള്ളതിനാൽ തന്നെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്ന ഇമ്മ്യൂൺ സെല്ലുകൾക്ക് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇതും കൂടി ആകുന്നതോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുകയും ചെയ്യും. ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം ഒരു പരിധിവരെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും തലച്ചോറിന് ഇൻഫ്ലമേഷനും അതല്ലെങ്കിൽ എൻസെഫലൈറ്റിസ് ആയിട്ട് ഇത് മാറുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കോശങ്ങൾ നശിക്കുകയും സിംറ്റംസായ പനി, തലവേദന, ഛർദി തുടങ്ങിയവ വളരെ രൂക്ഷ അവസ്ഥയിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ ഇത് പിന്തുടർന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം രോഗി സാധാരണഗതിയിൽ കോമ അവസ്ഥയിലേക്ക് പോവുകയും മരണം സംഭവിക്കുകയുമാണ് ചെയ്യാറുള്ളത്. നിപ്പ പോലുള്ള വൈറസുകളെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുന്നത് ഒരിക്കലും അത് ബാധിക്കുന്ന വ്യക്തികളിൽ മരണനിരക്ക് എന്ന് പറയുന്നത് 40 മുതൽ 75% വരെയും മാത്രമല്ല ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുവാനുള്ള സാധ്യതകളും ഏറെയുള്ളതുകൊണ്ടാണ്. എന്നാൽ നമ്മുടെ ഈ അമീബയ്ക്ക് അതിനെ കൂടുതൽ അപകടകാരികളാക്കി മാറ്റുന്നതിൻ്റെ കാരണം ഒരിക്കലും ഇത് ബാധിക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. ഏകദേശം 97% ഇത് ബാധിക്കുന്നവരിലെ മരണനിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നതിനേക്കാളും രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. വളരെ മലിനമായ സാഹചര്യങ്ങളിൽ കിടക്കുന്ന ജലങ്ങളിലും പ്രത്യേകിച്ച് ഉഷ്ണമേഖലാ സമയങ്ങളിൽ വാം ക്ലൈമറ്റ് ഉള്ള ടൈമുകളിൽ നമ്മൾ ജലാശയങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയം കെട്ടിക്കിടക്കുന്ന ജലങ്ങളിലോ ഒഴുകാതെ മലിനമായി കിടക്കുന്ന സാഹചര്യങ്ങളിലോ ഉള്ള ജലാശയങ്ങളിൽ നിങ്ങൾ ഇറങ്ങുവാതിരിക്കുവാനായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു നല്ല ദിവസം നേരുന്നു. അതുപോലെ തന്നെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.